മുണ്ടക്കര ചോറ് തിന്ന ആളായതുകൊണ്ട് പറയണതല്ല. മുണ്ടക്കര കുഞ്ഞീഷൻ നമ്പ്യാരുടെയും അനന്തരവൻ ശേഖരന്റെയും പേര് കേട്ടാൽ നീലാണ്ടിന് മുക്തി കിട്ടും. ആ കരയിലാരാന്ന് നോക്കി. ആരാണോ നിങ്ങക്ക് മനസ്സിലായില്ലേ? വലത്ത് നിന്ന് ആദ്യം ഭരതൻ, തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനന്ത്, ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് കുറുപ്പ്, തൊട്ടപ്പുറത്ത് ചാരി നിൽക്കുന്നത് ഹൈദ്രു. 4 കുപ്പിക്കണ്ടങ്ങളാ മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. അപ്പൊ നീ ഇവിടെയൊക്കെ ഉണ്ടല്ലേടാ? അതെടാ പട്ടി. എന്തോ കേട്ടില്ലേ? വേണ്ടതില്ല, എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല. നീലകണ്ഠ, ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട. തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്. ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനി അധികം വൈകില്ല. ഓർമ്മ വെച്ചു. എടോ, മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നു ചോദിക്കാനുള്ള ധൈര്യം നിനക്ക്? നിന്റെ വാപ്പ അന്തർവാപ്പള ഈ പടിപ്പുരക്ക് ഇപ്പുറം കാലുകുത്തിയിട്ടില്ല. പുഴക്കരപ്പറമ്പിൽ നിന്ന് അയാളെ തേങ്ങ മോഷിച്ചപ്പം ദേ കാണുന്ന പുളിയമ്മാവിന്റെ വേല ഇവിടുത്തെ പണിക്കാരെ പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത്. നിനക്ക് ഓർമ്മയിലേക്ക് പോയി ചോദിക്കേ. ജീവനോടുണ്ടല്ലോ ഇപ്പോഴും. ഏതോ നാട്ടിൽ പോയി 4 പുത്തനുണ്ടാക്കിയതിന്റെ നഗലിപ്പ് മംഗലശ്ശേരി നീലാണ്ടനോട് കാണിക്കാം. ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. അതെ, വലിയ ആളല്ലേ നിങ്ങൾ. പേര് കേട്ട അച്ഛന്റെ പേര് കേട്ട മകൻ. ഞാനാരാ? നിസ്സാരയായ ഒരു പെണ്ണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോലെ ആഭാസന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ് എന്റെ കാലുകൾക്ക്. ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല. ഉള്ളിൽ 1000 മുള്ളു കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്നേക്കുമായി.